ഹലോ യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു എസ് എഫ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ എം സി റോഡിൽ ഐസക് മരിയ തിയേറ്ററിൽ നിന്ന് 130 ജംഗ്ഷൻ എന്ന് പറയും കേട്ടോ. 130 ജംഗ്ഷനിലാണ് നമ്മുടെ ഐസക് മരിയ തിയേറ്റർ ഇരിക്കുന്നത്. അവിടെ നിന്ന് കോട്ടയം പോകുന്ന വഴിക്ക് ഒരു 250 മീറ്റേഴ്സ് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നമ്മുടെ കളക്ഷൻസ് കണ്ടെടുക്കാവുന്നതാണ്. അതുപോലെ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം. ഇന്നും നാളെയും കൊണ്ട് നമ്മൾ ഷിപ്മെൻറ്റ് തീർക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഓണത്തിന് മുന്നായിട്ട് കിട്ടണമല്ലോ, പെട്ടെന്ന് തന്നെ നമ്മൾ അയക്കുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി പുതിയ കളക്ഷൻസിനായിട്ട് ബെൽ ബട്ടൺ കൂടി വന്ന് എന്നോട് ഇടുക, വീഡിയോ മിസ്സാവരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ആണ് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഫുള്ള് നമ്മളിന്ന് ഓണം കളക്ഷൻസ് ആണ് കേട്ടോ. എന്നൊരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് ഇങ്ങനെ സ്ട്രൈപ്സിന്റെ ലൈൻസ് പോകുന്ന സീക്വൻസ് വർക്കും വന്നിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതിന്റെ സ്ട്രൈപ്പ് പാറ്റേണിലാണ് കേട്ടോ പോയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇത് കണ്ടോ, സീക്വൻസിന്റെ വർക്കുണ്ട്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഒരു സ്ട്രൈപ്സ് ലൈൻസ് പോകുന്നുണ്ട്. അതുപോലെ ഇതാ ഒരു ചെറിയൊരു സിൽവർ അല്ല, ഒരു റോസ് ഗോൾഡ് ആൻഡ് ഗോൾഡ് ഷെയ്ഡിലാണ് അതിൻ്റെ സ്ട്രൈപ്സിൻ്റെ പാറ്റേൺ പോയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 250 ആണ്. ഇത് നമുക്ക് സ്കേർട്ട്, ബ്ലൗസ്, സാരി ബ്ലൗസ്, നമുക്ക് സെറ്റ് സാരിക്കൊക്കെ ബ്ലൗസ് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റാണ്. പക്ഷെ ഇതിൻ്റെ ബോർഡേഴ്സ് ഫിനിഷിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സാരിക്ക് അത്ര ഇതാണ് ബോർഡേഴ്സ് കേട്ടോ. നിങ്ങൾക്ക് സൈഡ് ഫിനിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു സാരി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം തിക്നെസ് ഉണ്ട്, ഭയങ്കര ട്രാൻസ്പെറൻറ്റും അല്ല, നല്ലൊരു ഫാബ്രിക് ആണ്. പിന്നെ ഇതിൻ്റെ സ്ട്രൈപ്സ് ഇങ്ങനെ വിത്ത് വൈസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ലെങ്ത് വൈസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു യോക്ക് പോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. ആൻഡ് ബ്ലൗസിന് യൂസ് ചെയ്യാം. സ്കേർട്ടും ടോപ്പും, കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്കേർട്ടും ഓണം സ്പെഷ്യലായിട്ടുള്ള കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക്കാണ്. 250 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ടിഷ്യൂ ഫാബ്രിക് തന്നെയാണ്. ഓർഗൻസ ടിഷ്യൂ ആണ് കേട്ടോ. ഓർഗൻസ ടിഷ്യൂ എന്ന് പറഞ്ഞാലും ഓർഗൻസയുടെ ഒരു നേച്ചർ അല്ല, അതിന് കുറച്ചും കൂടി ഒരു ടിഷ്യൂ നേച്ചർ തന്നെയാണ്. പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. ഓർഗൻസയാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ. ഇത് അതിൻ്റെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. റെഡ് ആൻഡ് ഒരു പിങ്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ വർക്ക്, അതിൻ്റെ എംബ്രോയിഡറി വർക്ക് പോയിക്കുന്നത്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിന് കിട്ടുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് റണ്ണിങ് വൈസ് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. 2.5 മീറ്റേഴ്സ് എടുത്ത് റണ്ണിങ് വൈസ് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്കേർട്ടും ടോപ്പൊക്കെ ചെയ്യാനും കുഞ്ഞു കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ഫ്ലോറൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ നമ്മളിങ്ങനെ ഒരേപോലത്തെ ചെയ്തില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക്. അതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 385 ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്കിൻ്റെ ലുക്ക്. ഇങ്ങനെ ഫുള്ള് എംബ്രോയിഡറി വർക്ക് പോവാണ്. മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ്. റെഡ്, പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് എൻ്റെ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തന്നെ ക്രിയേഷനും ഡിസൈനും കൊടുത്ത് ഫാബ്രിക്കും ചൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. സോ ഈ ഡിസൈൻ നിങ്ങൾക്ക് വേറൊരു ഷോപ്പിലും കിട്ടത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ്. ഭയങ്കര എറിച്ച് നിൽക്കുന്ന ഗോൾഡൻ അല്ല, ഒരു റോസ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഓർഗൻസ ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത്. മീറ്റർ പ്രൈസ് വരുന്നത് 385. അടുത്തത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫാബ്രിക്കാണ്. നമ്മൾ റീസ്റ്റോക്ക് പറഞ്ഞ് വന്നിരിക്കുന്നതാണ്. കോട്ടൺ ഫാബ്രിക്കിലേക്ക് മൾട്ടി കളർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. 370 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ്. ഒത്തിരി പേര് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. സോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം. ഇങ്ങനെയാണ് വർക്കിൻ്റെ ക്ലോസ് ഷോട്ട് വരുന്നത്. ഫുള്ളിങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നു. മൾട്ടി കളർ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. പിങ്ക്, പീച്ച്, ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്കാണ് അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ. അതിൻ്റെ ത്രെഡിൻ്റെ കളേഴ്സ് വരുന്നത്. ആൻഡ് കേരള ക്രീം ഷെയ്ഡാണ് അതിൻ്റെ ബേസ് കളർ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിന് അടിപൊളിയായിട്ടുള്ളൊരു അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് ഒത്തിരി പേര് ഒരു എൻക്വയറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് നമ്മൾ അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ടുള്ളൊരു ചിനോണിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഇത് നമുക്ക് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇതിന് ഈ ഒരു ഫാബ്രിക് ചെയ്തിട്ട് ഇത് നമുക്ക് യോക്ക് പോലെ കൊടുക്കുകയോ അല്ലെങ്കിൽ ദുപ്പട്ടയായിട്ട് ചെയ്യുമോ, അങ്ങനെയൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫാബ്രിക്കാണിത്.
ചിനോൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 220 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ്. ഇതാണ് ചിനോണിൽ വന്നിരിക്കുന്ന ഫാബ്രിക്. ഇത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് റീസ്റ്റോക്ഡ് ആയിട്ടുള്ള ഐറ്റാണ്. ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതും. സോ ഇതും കൂടെ ആഡ് ചെയ്താണ്. ചിനോൺ സിൽക്ക് ഫാബ്രിക്കിലേക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നു. 220 ആണ് പെർ മീറ്റർ റേറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഫാബ്രിക്. 220 പെർ മീറ്റർ. ഈ കേരള ക്രീം ഷെയ്ഡിൽ വരുന്നത് 370 പെർ മീറ്റർ ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഫാബ്രിക്. അടുത്തത് ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക് ആണ്. ഇത് ഒരു ടിഷ്യൂ വീവ് പോലെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഫുൾ ഇങ്ങനത്തെ ഒരു ടിഷ്യൂ ഫാബ്രിക് പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമുക്ക് സാരി ആയിട്ട് ചെയ്യാം, ബ്ലൗസായിട്ട്, എയർ ലൈനിലുള്ള ടോപ്പായിട്ട് ചെയ്യാം. ഇങ്ങനെ വരുന്ന ഒരു ടിഷ്യൂ ഫാബ്രിക്കാണ്. ടിഷ്യൂ ഫാബ്രിക് പോലെയുള്ളൊരു ഷിമ്മർ ജോർജറ്റ് ആണ് കേട്ടോ. ആ ഒരു കേരള ക്രീം നമ്മുടെ ഓണത്തിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു ഫാബ്രിക്കാണ്. സ്കേർട്ടായിട്ട് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റാനായിട്ട് കോൺട്രാസ്റ്റ് ഏതെങ്കിലും ഒരു ടോപ്പ് ഫാബ്രിക് കൊടുക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. 235 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചാണ് കേട്ടോ വിട്ട് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ക്ലോത്ത് ഷോട്ട് വരുന്നത്. നല്ലൊരു ഗ്ലേസിങ്ങും പാകത്തിനുള്ളൊരു ഗ്ലേസിങ്ങും അതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതൊരു വൈറ്റ് പോലെയാണ് വീഡിയോയിൽ തോന്നുന്നത്, പക്ഷേ ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു റോസ് ഗോൾഡ് ഷെയ്ഡാണ്. അടുത്തത് സോഫ്റ്റ് ചന്ദേരി ഫാബ്രിക്കിൽ നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് നമുക്ക് 1.75 മീറ്റേഴ്സ് മതി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ 2 മീറ്റേഴ്സ് ഒക്കെ മതി. കാരണം ഇത്രയും വിട്ട് ഉണ്ട്, ഒരു 54-56 വിട്ട് ഉണ്ട് ഒക്കെ മതി കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ പാറ്റേൺ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചന്ദേരി ഫാബ്രിക് ആണ്. ഒരു ഭയങ്കര സുഖമായിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കേരള ക്രീം ഷെയ്ഡിലേക്കാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഓണത്തിനോ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം. ഇത് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തെടുത്താണ്. കാരണം ഹെമ്മിലായിട്ട് ഇങ്ങനെ ഒരു മൾട്ടി കളർ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു റെഡ്, ഓറഞ്ച്, ബ്രൗൺ കളറിലും ഗ്രീനും അങ്ങനെയൊക്കെയുള്ളൊരു മൾട്ടി കളർ പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഫ്ലോറൽ പ്രിന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിന് ഇത് ഞാൻ മടക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യോക്കിലായിട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഇതിൻ്റെ കുറച്ചിങ്ങനെ യോക്കിൽ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് ടൈം കിട്ടിയില്ല, ഇതിപ്പോൾ വന്നതേ ഉള്ളൂ. ടൈം കിട്ടിയില്ല സ്റ്റിച്ച് ചെയ്യാൻ, കുറച്ച് തിരക്കായിപ്പോൾ. അല്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു പാറ്റേൺ കാണിച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്കിത്. ഇങ്ങനെ വരുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ക്രീം ഷെയ്ഡിൽ തന്നെ വരുന്നു. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോട്ടത്തിനോട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ലുക്ക്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് ഇത് 175 ആണ്. 1.75 നമുക്ക് മീറ്റേഴ്സ് എടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 325 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമുക്ക് 2 മീറ്റർ താഴെ എടുത്താൽ മതി കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഒരു 2 മീറ്റർ 2.25 ഒക്കെ എടുത്താൽ മതി. മാക്സിമം 2.25 മീറ്റേഴ്സ് മതി, എത്ര സൈസ് ഉള്ള ആളാണെങ്കിലും കേട്ടോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്കിൻ്റെ ലുക്ക്. അടുത്തതൊരു റോ സിൽക്ക് ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്നു. സെമി റോ സിൽക്ക് ആണ് കേട്ടോ, പ്യുവർ അല്ല. ഇങ്ങനെ ഒരു കണ്ടോ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. നല്ലൊരു വീവിങ് ആണ് കേട്ടോ പോകുന്ന. ഒരു റോസ് ഗോൾഡ് കളറിലുള്ള മാംഗോ ഡിസൈൻസ് പോലെ ഇങ്ങനെ വീവ്സ് പോവാണ്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇങ്ങനെ വരുന്നു കണ്ടോ. നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഫ്രോക്കും ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ലുക്ക്. മീറ്റർ പ്രൈസ് വരുന്നത് 370 ആണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ കറക്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ക്ലോസ് ആയിട്ട് കാണിക്കുന്നവർ എൻ്റെ ഷെയ്ഡ് കുറച്ച് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഒരു യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. യെല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര യെല്ലോ അല്ല, ഒരു നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ തന്നെയാണ്. പക്ഷെ ചെറിയൊരു യെല്ലോയുടെ ടിൻറ്റും കൂടെ വരുന്ന ഒരു ഗോൾഡൻ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ്. നമുക്ക് ഓണം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റ് ദുപ്പട്ടയുടെയോ അല്ലെങ്കിൽ സെയിം കളറിലുള്ള ദുപ്പട്ടയുടെ ഒക്കെ കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഒരു റോ സിൽക്കിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. ഒരു സെമി ആയിട്ട് വരുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 370 പെർ മീറ്റർ. അടുത്തത് അതിൻ്റെ വൈറ്റ് ആണ് കേട്ടോ. നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ്. അതിലേക്കും സെയിം ആ ഒരു മാംഗോ ഡിസൈൻസ് തന്നെ പോകുന്നു. വീവിങ് ആണ് കേട്ടോ. ഇത് ഫുള്ള് വീവിങ് ആണ്, പ്രിന്റ് ഒന്നും അല്ല. മാംഗോ ഡിസൈൻസിൻ്റെ തന്നെ വീവിങ് പാറ്റേണിലാണ് പോകുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷനിൽ നിന്ന് ഏതെടുക്കും എന്നുള്ളത് കൺഫ്യൂഷനാണ്. അത്രയും കളക്ഷൻസ് അടിപൊളി ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ റണ്ണിങ് ഫാബ്രിക് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെല്ലാം ഒരിടത്തും കിട്ടാത്ത ടൈപ്പ് ഫാബ്രിക്സാണ് നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിന്. ഇതാ ഇങ്ങനെ വരുന്നു ഫാബ്രിക്കിൻ്റെ ലുക്ക്. ഇത് നമുക്ക് ഓണം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ സ്കേർട്ടിന് ബ്ലൗസായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക്കാണ്. 370 പെർ മീറ്റർ. അടുത്ത ഒരു സോഫ്റ്റ് ബനാറസി ഫാബ്രിക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു സെറ്റ്, ഭയങ്കര ഭംഗിയുള്ളൊരു ഐറ്റാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അതിൻ്റെ വർക്ക് കണ്ടോ,
ഒരു ബനാറസി വീവ്സ് ആണ് പോകുന്നത്. ഒരു റോസ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ജെറിയില് വീവ്സ് ആണ് ഫുള്ള് പോകുന്നത്. ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേബി പിങ്ക് ടോണിലാണ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ലൊരു മിൽക്കി വൈറ്റ് ടോണാണ്, നല്ലൊരു വൈറ്റ് ടോണാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഇപ്പോൾ ഏത് ഞാൻ ഓണത്തെടുക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കേണ്ടത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഓണം എന്നല്ല, നമുക്ക് അല്ലാണ്ടൊരു പാർട്ടി വെയർ ആയിട്ടൊരു ഈവൻ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 380 ആണ് കേട്ടോ. വീവ്സ് ആണ് കേട്ടോ. ഇത് ഫുള്ള് വീവ്സ് ആണ്. കണ്ടോ ബാക്ക് സൈഡിൽ കണ്ടോ വീവ്സ് ആണ്. ഇത് പ്രിന്റോ കാര്യങ്ങളൊന്നും അല്ല, വീവ്സ് ആയിട്ട് പോകുന്ന ഫാബ്രിക്കാണ്. ഇതൊക്കെ പ്രീമിയം സ്റ്റോഴ്സിൽ ഇങ്ങനെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ് ഇത് വരുന്നത്. 380 പെർ മീറ്റർ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെയ്തായിരുന്നു. ഇതിൻ്റെ 2 റോള് ഫുള്ള് കട്ടായി തീർന്നു കേട്ടോ. ഇത് നമ്മുടെ 3rd റോളാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഭയങ്കര ഭംഗിയുണ്ട്. ഞാൻ അന്ന് അതിൻ്റെ കൂടെ ഒരു മറൂൺ ദുപ്പട്ടയൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷെ അന്ന് വീഡിയോ ക്ലിയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്തത്. ഭയങ്കര രസമുള്ളൊരു ടിഷ്യൂ ഫാബ്രിക്കാണ്. ജെക്കോഡ് വീവ്സ് ആണ്. അതിൻ്റെ സെൽഫ് ആയിട്ടുള്ള ജെക്കോഡ് വീവ് പോകുന്നുണ്ട്. അതുകൊണ്ട് അതാ ഇങ്ങനത്തെ ബനാറസി വീവ്സ്. ഇതെല്ലാം വീവ്സ് ആണ് കേട്ടോ. വീവ്സ് പാറ്റേണിൽ വന്നേക്കുന്നതാണ് ഇതെല്ലാം വരുന്നത്. നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം. സ്കേർട്ടും കുഞ്ഞു മാവൾക്ക് ഫ്രോക്കായിട്ടൊക്കെ നമുക്ക് ഫുള്ള് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. കണ്ടോ സാരി ആയിട്ട് ചെയ്താലും ഭയങ്കര ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്ന ഫാബ്രിക് 297 പെർ മീറ്റർ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കരുത്. അത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. ഷോപ്പ് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് കോട്ടയം പോകുന്ന റൂട്ട് ഐസർമരിയ തിയേറ്ററിന് നടന്നൊരു 250 മീറ്റേഴ്സ് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഷോപ്പ് നമ്മുടെ ലൊക്കേഷൻ കിട്ടാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കുവാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീണ്ടും കാണാം. ബൈ.